അപ്പോൾ അടുത്ത പ്രാവശ്യം ചൈനയിൽ എൻ്റെ കൂടെ ഒരു ബിസിനസ് ട്രിപ്പ് താല്പര്യമുണ്ടോ? ഒരുപാട് കാഴ്ചകൾ, ഇൻഡസ്ട്രിയൽ വിസിറ്റ്, അതുപോലെ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് പോയ ഹോൾസെയിൽ റീറ്റെയിൽ മാർക്കറ്റ് കാണുക, അതേപോലെ കാൻഡൻ ഫെയർ, ലോകത്തെ ഏറ്റവും വലിയ എക്സിബിഷൻ കാണുക. ഇതെല്ലാം പറ്റുന്ന ഒരു എക്സിബിഷനിലേക്ക്, ഒരു ബിസിനസ് ട്രിപ്പിലേക്ക് ചൈനയിലേക്ക് അടുത്ത പ്രാവശ്യം താല്പര്യമുള്ളവർ. വയനാട്ടിൽ ധാരാളം റിസോർട്ടുകളും ഹോട്ടലും ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സൊക്കെ ചെയ്യുന്ന അവരുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടത്. എന്താണ് ചൈനയെക്കുറിച്ച് ചിന്തിക്കുന്നത്? ആ ചിന്ത നമ്മൾക്ക് ഒരുപാട് നല്ല ചിന്ത തന്നെ ആയിരിക്കാം, പക്ഷേ അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ട് ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, നല്ല പ്രൈസിന് നല്ല സാധനങ്ങൾ കിട്ടുന്ന ഏറ്റവും നല്ല മാർക്കറ്റ്. ഒരു മാർക്കറ്റ് കയറാൻ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ 10% കവറേജ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം മൾട്ടിപ്പിൾ വിസിറ്റിലേക്ക് കൂടി ഇത് വന്നിട്ട് ഇനി ഫ്യൂച്ചർ ബിസിനസ് ഇന്ത്യയിലും ദുബായിൽ പിന്നെ പുതിയൊരു ഓഫീസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ പ്രൊക്യൂർമെൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത്, പിന്നെ വേറൊരു എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് സൂപ്പർ, ഔട്ട് ഓഫ് ബോക്സ്, എവിടെയും കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും വരുന്നവർ ഞാൻ ആ ബിസിനസ് ചെയ്യുന്നവരല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പോകേണ്ടതില്ല എന്ന് പറയേണ്ടതില്ല. നമ്മൾ ഓരോ മേഖല നമ്മൾ അറിയും കാണും ചെയ്യുന്ന സമയത്താണ് പുതിയ ഐഡിയകൾ നമുക്ക് വരിക. ആ പുതിയ ഐഡിയകളിലൂടെ നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്കൊരു പ്രചോദനമാവും. അല്ലാന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് നമുക്ക് തീർച്ചയായിട്ടും അറിവ് എത്തിക്കാൻ കഴിയും.